കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റ് പൊറോട്ട. അപ്പോൾ സാമ്പാറിലേക്ക് വേണ്ടി ചേച്ചി വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. വീട് തിരപ്പ് ജോലി കുറഞ്ഞപ്പോൾ തൊഴിലാളികൾക്ക് തന്നെ പരിശീലനം കൊടുത്തുകൊണ്ട് തൊഴിലാളികൾ തന്നെയാണ് ആധുനിക രീതിയിലുള്ള സംവിധാനമാണ്. അപ്പോൾ എന്തായിരുന്നാലും നമ്മളെ ദിനേശ് അടുക്കളയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു എന്താ പറയുക, ഒരു ലേറ്റസ്റ്റ് ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടുക്കളയാണ്. പിണറായി ആണല്ലോ സ്ഥലം. ഇവിടെ മുഖ്യമന്ത്രിയുടെ വീടിനടുത്താണോ ഈ ഇവിടുന്ന് ഒരു 200 മീറ്റർ അപ്പുറമാണ് മുഖ്യമന്ത്രിയുടെ വീട്. ചേട്ടാ, ഇങ്ങനെ ഒരു സ്ഥാപനം കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ടല്ലോ. ഭക്ഷണം കഴിച്ച് നമ്മുടെ വയറ് നിറയുന്നതോടൊപ്പം നമ്മുടെ മനസ്സും കൂടെ നിറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. ആ ഒരു ഫീല് നിങ്ങൾക്ക് വേണം എങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, നേരെ ഇങ്ങോട്ട് പോരും. സ്ഥലം കണ്ണൂരാണ്. കണ്ണൂർ പിണറായിയിലാണ്. പിണറായി നമ്മുടെ CMന്റെ സ്വന്തം നാട്ടിലെ പിണറായി കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു സ്ഥാപനം. നല്ല അടിപൊളി ഫുഡ്, അതുപോലെ തന്നെ നല്ല സ്നേഹമുള്ള സ്റ്റാഫുകൾ, വളരെ ശാന്തമായ ഒരു ആംബിയൻസ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെ പിണറായിയിലെ ദിനേശ് അടുക്കള റെസ്റ്റോറൻറ്റ്, അപ്പോൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഓൾ ഇൻ ആളായ പ്രകാശൻ ചേട്ടൻ ഞങ്ങളവിടെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ചോദിക്കാം. ചേട്ടാ, ഇത് നമുക്ക് എത്ര വർഷമായി ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങി? 8 വർഷമായി. 8 വർഷമായി. നമ്മുടെ ദിനേശ് ബീഡിയുടെ സഹകരണ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് ദിനേശ് അടുക്കള. ശരിക്ക് നമ്മൾ മെയിനായിട്ട് എന്തൊക്കെ ദിനേശ് വീട് തിരപ്പ് ജോലി കുറഞ്ഞപ്പോൾ തൊഴിലാളികളെ പുനരധിവാസം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. തൊഴിലാളികൾക്ക് തന്നെ പരിശീലനം കൊടുത്തുകൊണ്ട് തൊഴിലാളികൾ തന്നെയാണ് വീട് തിരപ്പ് തൊഴിലാളികൾ തന്നെയാണ് ഇവിടുത്തെ പാചക തൊഴിലാളികളായിട്ട് പിന്നീട് മാറിയിട്ടുള്ളത്. അവർക്ക് നമ്മളിതിന്റെ ട്രെയിനിങ് ഒക്കെ കൊടുത്തു. കോഴിക്കോടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ട്രെയിനിങ് കൊടുത്തു. അവരെ വെച്ചുകൊണ്ടാണ് ഇത് 8 വർഷമായിട്ട് നല്ല നിലയിൽ നടത്തി പോകുന്നത്. ഓക്കെ ഏട്ടാ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥാപനം കൊണ്ട് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്നുണ്ടല്ലേ? ഇപ്പം ഒരു 15 പേരോളം ഇവിടെ ഉണ്ട്. 15 പേരോളം ശരിക്കും അവർ ബീഡി തൊഴിലാളികളായിരുന്നു. ഓക്കെ ഏട്ടാ, അപ്പോൾ നമുക്കൊന്ന് അകത്ത് കയറി കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഡൈനിങ് ഏരിയ അല്ലേ? ഓക്കെ. ഇപ്പം ഫാമിലി റൂമുണ്ട്. ഒന്ന് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇതാണ് ഫാമിലി റൂം അല്ലേ ചേട്ടാ? അപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ ഒരുപാട് പേര് വന്നിരുന്നാൽ കഴിക്കേണ്ട സൗകര്യമൊക്കെ അതിനാവശ്യമായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട്. 60-ലധികം സീറ്റ് 2 ഹാളിലായിട്ടുണ്ട്. 60-ലധികം സീറ്റ് ഉണ്ട്. ഫാമിലി റൂം AC ആണ് അല്ലേ? ഫാമിലി റൂം AC ആണ്. ഇതല്ലാതെ വേറെ ഫംഗ്ഷനൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കല്യാണം, വിവാഹ നിശ്ചയം, ബർത്ത്ഡേ പാർട്ടി അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വിവാഹ നിശ്ചയം അതുപോലുള്ള കാര്യങ്ങൾ ഈ ഹാളിൽ വെച്ചിട്ട് തന്നെ നടത്തുന്നുണ്ട്. ഈ ഹാളിൽ വെച്ച് ഒരു വിവാഹ നിശ്ചയം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ ചേട്ടാ, അപ്പൊ ഇവിടെ കാറ്ററിംഗ് സർവീസ് ഉണ്ടോ? കാറ്ററിംഗ് സർവീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ചെയ്താൽ പിന്നെ ഡെലിവറി ചെയ്യുന്നുണ്ട്. അതായത് ഡെലിവറി അടക്കമുണ്ട്. ഓക്കെ. ഹോം ഡെലിവറി ഉണ്ട്. ഓഡിറ്റോറിയം അതുപോലുള്ള വിവാഹ ചടങ്ങുകളിൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ശരി ചേട്ടാ, ഞാനിപ്പോൾ എത്തിയ ദിവസം ഇവിടെ രാവിലെ എന്താണ് മെയിനായിട്ടുള്ള ഫുഡ്? മെയിനായിട്ട് ഇന്നത്തെ ഫുഡൊക്കെ എന്തൊക്കെയാണ് ഉള്ളത്? ഇന്നിപ്പം വെള്ളയപ്പം, ഇടിയപ്പം, പുട്ട്, വാജി, പിന്നെ മുട്ടക്കറി. ബാജി, മുട്ടക്കറി, ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്കൊന്ന് കണ്ടാലോ കേട്ടോ. ചേട്ടാ, എന്തൊക്കെയാണ് നമുക്കൊന്ന് കാണിച്ചു തരും ഇന്നത്തെ സ്പെഷ്യലൊക്കെ? വെജിറ്റബിൾ കുറുമ, മുട്ടക്കറി ഇതൊക്കെയാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ അല്ലേ? ഓക്കെ. ചേട്ടാ, ഇതാണോ നമ്മുടെ ദിനേശ് അടുക്കള? ഇവിടെ സപ്ലൈ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം മാത്രമാണ് ഉള്ളത്. പാചകം നടക്കുന്നത് മറ്റൊരു പാചക അതായത് സപ്ലൈ ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ അടുക്കള. ചേട്ടാ, എന്തൊക്കെയാണ് ഇവിടുത്തെ സെക്ഷനുകൾ? ഇപ്പോൾ ബിരിയാണി സെക്ഷൻ ഉണ്ട്. ഒന്നൊന്നായിരുന്നു കാണിച്ചു തരാൻ പറ്റും? ചെയ്യുന്നത് ബീഫ് മേക്കിംഗ് അല്ലേ? പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ പിന്നെ പ്രഥമൻ അല്ലേ? ഇത് ബീഫ് കറി അല്ലേ? ഇത് ബീഫ് കറിയുടെ അപ്പുറമുണ്ട്. ഇത് പ്രഥമൻ. ഇത് ചിക്കൻ കറി. ഓക്കെ. ഇത് പച്ചക്കറി സെക്ഷൻ ആണോ? സാമ്പാറിന്റെ പച്ചക്കറി. ഓക്കെ.
ഓ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വറവ് കേബേജ്. ആ ഓക്കെ. ഇത് പൂരി പൊറോട്ട. പൂരി പൊറോട്ട. ഓക്കെ. അടുക്കളയെല്ലാം നല്ല സൂപ്പർ ആണല്ലോ, ലേറ്റസ്റ്റ് ടെക്നിക്ക് അല്ലേ? സൂപ്പറാണ്, നല്ല ആധുനിക രീതിയിലുള്ള സംവിധാനമാണ്. അപ്പോൾ എന്തായിരുന്നാലും നമ്മളെ ദിനേശ് അടുക്കളയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു എന്താ പറയുക, ഒരു ലേറ്റസ്റ്റ് ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടുക്കളയാണ്. പെർഫെക്റ്റ് ക്ലീൻ എന്ന് തന്നെ പറയാം ഇവരുടെ അടുക്കള. ആ ഒരു രീതിക്കാണ് ഇവരുടെ മേക്കിംഗ് ഒക്കെ നമുക്ക് കാണാം. ഓക്കെ ഏട്ടാ, പിന്നെ അടുത്ത് എന്തൊക്കെയാ സെക്ഷൻ? ഇത് സാമ്പാർ. നല്ല അടിപൊളിയായിട്ട് സാമ്പാർ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ബിരിയാണിയുടെ മസാല. ബിരിയാണി മസാല. അപ്പോൾ ഞാനെത്തിയ ടൈം രാവിലെ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ബിരിയാണി ഒന്നും ഉണ്ടാക്കിയത് കാണിക്കാൻ പറ്റില്ല. ബിരിയാണി മസാല അവിടെ ഉണ്ടായിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടാണോ ഏട്ടാ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്? ഇത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ. ഇത് ബിരിയാണിക്കുള്ളത്. ഇതുമല്ല, ഇത് ചില്ലി. ചില്ലി ചിക്കന് വേണ്ടി. ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ചിക്കൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് അടിപൊളി പാചകപ്പുര. അപ്പോൾ സാമ്പാറിലേക്ക് വേണ്ടി ചേച്ചി വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? ഇത് രാജൻ ചേട്ടൻ അല്ലേ? ഓക്കെ രാജൻ ചേട്ടാ. അപ്പോൾ അവരൊക്കെ ആരാ? ഇത് പുഷ്പ ചേച്ചി. അടുത്താണോ? വീടൊക്കെ അടുത്താണോ? ഇത് ഷീല ചേച്ചി. ഓക്കെ. പിന്നെ ചിത്രയൊന്ന് ചിരിച്ചോ, ഞാനോട് ചിരിക്കാൻ പറഞ്ഞിട്ട്. ഇത് ചിത്ര ചേച്ചി. ഓക്കെ. അബ്ദുള്ള പൊറോട്ട മേക്ക് ചെയ്യുന്ന ചേട്ടനാണ്. അപ്പോൾ ഇതാണ് അബ്ദുള്ള ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് നോക്കിയാ, ഒരു ഹായ് ഒക്കെ തന്നെ. ഓക്കെ. അപ്പോൾ അബ്ദുള്ള ചേട്ടൻ. ഇനി രാധ ചേച്ചിയാണ് അവിടെ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആള് അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ചേച്ചി നല്ല ചിക്കനും അതുപോലെ മത്തിയൊക്കെ നല്ല അയല മത്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൂന്തല്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അയല മത്തി കൂന്തലാണോ? കൂന്തലിന്റെ എടുത്താട്ടെ. ഓക്കെ. നല്ല അടിപൊളി കൂന്തലാണ്. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ പേര് പറഞ്ഞില്ലല്ലോ? സുഷ്ല. അപ്പോൾ ഓക്കെ ചേച്ചി. അപ്പോൾ ഇവിടെ ചോറൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെത്തിയ രാവിലെ ഒരു 10 മണിയോടുകൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ദിനേശ് അടുക്കളയുടെ ശരിക്കുള്ള അടുക്കള. അപ്പോൾ ഗൈസ് ഞാനൊന്ന് കഴിക്കാൻ പോവാണ്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തത് പൊറോട്ടയും ബാജിക്കറിയാണ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട്. പൊറോട്ടയും ബാജിക്കറിയും കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഓക്കെ, ഇനി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റ് പൊറോട്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ പൊളിയാണ് മക്കളെ, പൊളി. അപ്പോൾ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് ഈ ഒരു ടേസ്റ്റും ഈ ഒരു വൈബും. പിന്നെ ഇത് മാത്രമല്ല, ഇവർ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ആ ഒരു പ്രോഡക്റ്റുകൾ നമുക്കിവിടെ നിന്ന് വാങ്ങാനുള്ള സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദിനേശ് കറി പൗഡർ, അച്ചാറുകൾ, കൂൾ ഡ്രിങ്ക്സ്. അതായത് ഇതെല്ലാം ഈ ദിനേശിന്റെ തൊഴിലാളികൾ ഉണ്ടാക്കണല്ലേ? ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. തേങ്ങാപ്പാല്. ദിനേശ് തേങ്ങാപ്പാല്, പൊട്ടുപൊടി, അച്ചാറൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ? പൊട്ടുപൊടി, വെർജിൻ കോക്കനട്ട് ഓയിൽ, സ്ക്വാഷ് 2-3 തരം ഉണ്ട്. പൈനാപ്പിള്, മാംഗോ. ഓക്കെ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടുത്തെ തൊഴിലാളികൾ തന്നെ ഉണ്ടാക്കുന്നത് ഇവിടെ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യവും ഈ ദിനേശ് അടുക്കളയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിണറായി ആണല്ലോ സ്ഥലം. ഇവിടെ മുഖ്യമന്ത്രിയുടെ വീടിനടുത്താണോ ഈ ഇവിടുന്ന് ഒരു 200 മീറ്റർ അപ്പുറമാണ് മുഖ്യമന്ത്രിയുടെ വീട്. 200 മീറ്ററിന് അടുത്താണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. 2017 ഈ ഒരു സ്ഥാപനം ഉദ്ഘാടനമായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എന്തായാലും ചേട്ടാ, ഇങ്ങനെ ഒരു സ്ഥാപനം കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ വെച്ച് നോക്കുമ്പോഴേ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും ചേട്ടാ താങ്ക്സ്. പിന്നെ നിങ്ങളെ കാണുന്നതാണ് ഇവിടുത്തെ ഫുഡിൻ്റെ റേറ്റ്. പിന്നെ നമ്മുടെ ഓർഡർ അനുസരിച്ച് അവർ ഫുഡ് എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.